Deflection magnetometer, moment of a magnet in Tansey position. ടാൻസി പൊസിഷനിൽ വെച്ചിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കാണുന്ന എക്സ്പെരിമെൻ്റാണ്. അപ്പാരറ്റസ് വരുന്നത് ഒരു ലോങ് മാഗ്നറ്റ് വേണം, ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ ബോക്സ് വേണം, പിന്നെ ഒരു മീറ്റർ സ്കെയിലും. ഫസ്റ്റ് കോമ്പസ് ബോക്സ് 0 എന്നുള്ളത് വുഡൻ ആമിന് പാരലായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. 0 വുഡൻ ആമിന് പാരലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഹോൾ അപ്പാരറ്റസ് റൊട്ടേറ്റ് ചെയ്തിട്ട് 0 എന്ന് പറയുന്നത് അലൂമിനിയം പോയിൻ്ററിൽ 0 എന്ന് വരുന്ന രീതിയിൽ വെക്കുക. ഇപ്പം അലൂമിനിയം പോയിൻ്റർ 0 എന്നിലാണ് നിൽക്കുന്നത്. ഇപ്പം ടാൻസി പൊസിഷനായിട്ട് ഇനി മാഗ്നറ്റ് ടാൻ എ പൊസിഷനിൽ മാഗ്നറ്റ് പാരലായിട്ട് വെച്ചു, ടാൻ ബിയിൽ ഹൊറിസോണ്ടലി പെർപെൻഡിക്കുലറി വെച്ചു, ടാൻസിയിൽ വേർട്ടിക്കലി ആയിട്ടാണ് വെക്കുന്നത്. വേർട്ടിക്കലി പറയുമ്പോൾ 50 നമുക്ക് 30-60 എന്ന് പറഞ്ഞ ഇത് കിട്ടുന്നത് ഏകദേശം 15-20 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ 50ൽ മാഗ്നറ്റ് വെക്കുന്ന സമയത്ത് 60-61 എന്ന് പറഞ്ഞ റീഡിങ് കിട്ടും. ഈ മാഗ്നറ്റ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് സെയിം ഡയറക്ഷനിൽ തന്നെ സെയിം ഡിസ്റ്റൻസിൽ മാഗ്നറ്റ് റിവേഴ്സ് ചെയ്യും. ആ സമയത്ത് കോമ്പസിൽ റീഡിങ് കാണിക്കുന്നത്, ഈ സമയത്ത് കോമ്പസിൽ റീഡിങ് ഏകദേശം 59 തന്നെയാണ് കാണിക്കുന്നത്. ഏകദേശം റീഡിങ് 59-59ലാണ് വരുന്നത്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ഡിസ്റ്റൻസിൽ മാഗ്നറ്റ് വെക്കുമ്പോൾ റീഡിങ് കോമ്പസിൽ കാണിക്കുന്ന കോമ്പസ് ബോക്സിലെ റീഡിങ് 60 ആണ് കാണിക്കുന്നത്. ഇനി മാഗ്നറ്റ് റിവേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ സെയിം ഡയറക്ഷനിൽ സെയിം ഡിസ്റ്റൻസിൽ റിവേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ കോമ്പസ് ബോക്സിൽ അലൂമിനിയം പോയിൻ്റ് റീഡിങ് വരുന്നത് കോമ്പസ് ബോക്സിൽ ഓൾമോസ്റ്റ് അലൂമിനിയം പോയിൻ്റ് 60 എന്ന് പറഞ്ഞാൽ റീഡിങ്ങിൽ കിട്ടും. ഡിസ്റ്റൻസ് മാറ്റി ഇതേപോലെ തന്നെ 5 റീഡിങ്സ് എടുക്കുക. 5 റീഡിങ്സ് കിട്ടുന്നത് 16, 17, 18, 19 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ θ1, θ2, θ3, θ4, θ5, θ6, θ7, θ8 എന്ന് പറയുന്നത് ഈ റീഡിങ്സ് ആണ് കിട്ടുന്നത്. ഓരോന്നിൻ്റെ മീൻ തീറ്റ കാണുക. മീൻ തീറ്റ കഴിഞ്ഞിട്ട് പോൾ സ്ട്രെങ്ത് കാണുക. പോൾ സ്ട്രെങ്ത് കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 × 10⁻² എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ കിട്ടുന്ന വാല്യൂസ് ഇതാണ്. അതിൻ്റെ മീൻ തീറ്റ പറയുന്നത് 60.125. ഈ പോൾ സ്ട്രെങ്ത് കാണുക. പോൾ സ്ട്രെങ്ത് കാണാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 380 tan θ divided by 1/d² minus d/d² plus l² whole raised to 3/. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 380 × tan θ എന്ന് പറയുന്നത് 60.125 ആണ്. 60.125 ഡിവൈഡഡ് ബൈ 1/d² എന്ന് പറയുന്നത് d എന്ന് പറയുന്നത് 15.5. 15.5 × 10⁻² ഹോൾ സ്ക്വയർ മൈനസ് d എന്ന് പറയുന്നത് 15.5 × 10⁻² ഡിവൈഡഡ് ബൈ d². 15.5 × 10⁻² ഹോൾ സ്ക്വയർ പ്ലസ് l എന്ന് പറയുന്നത് 7.5 ആണ്. നേരത്തെ 2l ആയിരുന്നുണ്ട്, ഇത് ഡയറക്റ്റ് l ആണ് എടുത്തത്. 7.5. അപ്പോൾ 7.5 × 10⁻² ഹോൾ സ്ക്വയർ ഹോൾ റേസ്ഡ് ടു 3/2. ഇനി ഫസ്റ്റ് 380 × tan 60.125 വാല്യൂ പറയുന്നത് 661.5 ഡിവൈഡഡ് ബൈ ഇനി 15.5 × 10⁻² ഹോൾ സ്ക്വയർ ചെയ്ത് 1/15.5 × 10⁻² whole square.
മൈനസ് 15.5 into 10 raised to minus 2 divided by 15.5 into 10 raised to minus 2 whole square plus 7.5 into 10 raised to minus 2 whole square whole raised to 3 by 2. 15.5 into 10 raised to minus 2 whole square plus 7.5 into 10 raised to minus 2 whole square whole raised to 3 divided by 2. 5.105 into 10 raised to minus 2. ഇനി ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം. 15.5 divided by 5.105 41.5 minus 30.36 കിട്ടും. 41.62 minus 30.36 661.5 divided by 11.26. 1.5 divided by 11.26. 58.74.